ജാതി സംവരണത്തിനെതിരെ RSS സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും SC, ST, OBC സംവരണം വേണ്ടെന്നാണ് RSSന്റെ പുതിയ നിലപാട്. ഇന്ത്യയിൽ ജാതീയ പിന്നാക്കാവസ്ഥ ഇല്ലെന്നും രാജ്യത്ത് പിന്നാക്കാവസ്ഥ മാത്രമെന്നും സാമ്പത്തിക പിന്നാക്കാവസ്ഥ മാത്രമാണുള്ളതെന്നും ഇന്ന് മുതിർന്ന RSS നേതാവ് MG വൈദ്യ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഒരു ഗൂഢാലോചനയുടെ വിവിധ വശങ്ങൾ പുറത്തുമായി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഹാർദിക് പട്ടേൽ ഇത് ഉന്നയിക്കുന്നു, അവിടെ സമരം സംഘടിപ്പിക്കുന്നു, ആ സമരം വയലൻ്റായി പോകുന്നു. ഇതെല്ലാം നിരീക്ഷണം വരെ BJPയുടെ സംസ്ഥാനത്തിനാണ് നടക്കുന്നത്. പിന്നീട് RSSൻ്റെ ഐഡിയലോഗ് എന്നറിയപ്പെടുന്ന വൈദ്യ പറയുന്നത് ഞങ്ങൾ സാമ്പത്തിക സംവരണത്തിന് മാത്രമേ അനുകൂലൂ, ജാതി സംവരണം നിർത്തലാക്കണം എന്നാണ്. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് സത്യസന്ധതയുണ്ട് പറയാനുള്ളത്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാതൃസംഘടനകളായിട്ടുള്ള ജനസംഘം തൊട്ടിട്ട് അതിനു മുമ്പുള്ള സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ, അതിൻ്റെ നേതാക്കന്മാർ ശ്യാമപ്രസാദ് മുഖർജി തൊട്ടിട്ട് എല്ലാവരും ഗോൾവാൾക്കർ വരെയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അല്ലാതെ മാഗോ വൈദ്യാജി ഈ കാര്യം പറഞ്ഞു എന്നുള്ളത് വെച്ചിട്ട് RSSന്റെ അഭിപ്രായമാണ് എന്ന് ഇത് ആഘോഷിക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മാഗോ വൈദ്യാജി പറഞ്ഞ ഒരു വിഷയമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിന്റെ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പറയുന്നത് ശരിയല്ലാത്ത ഒരു കാര്യമാണ്. അതായത് മറാത്താസ്, ജാട്ടുകള്, ഗുജ്ജറുമാര് ഇവരൊക്കെ സമൂഹത്തില് വലിയ നിലയിൽ എത്തിയിരിക്കുന്ന ആൾക്കാരും സാമ്പത്തിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്ന ആൾക്കാരുമാണ്. അവർക്ക് ജനസംഖ്യാനുപാതികമായിട്ട് വലിയ വോട്ട് ശേഷിയുണ്ട്. ഇവരൊക്കെ ഇതുപോലെ വിലപേശാൻ വേണ്ടി നിന്നാൽ രാജ്യത്തിന്റെ ഗതി താഴോട്ട് പോകും. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് ഈ ഇപ്പോഴും ഗുജറാത്തിലുണ്ടായ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് ഈ വിഷയം വന്നത്. പക്ഷേ ബേസിക്കലി RSS മുന്നോട്ട് വെക്കുന്ന ആശയം സവർണ മേധാവിത്വ ഹിന്ദുത്വ അജണ്ടയാണ്. ആ ഹിന്ദുത്വ അജണ്ട അവർക്ക് ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി മണ്ഡൽ കാലഘട്ടത്തിൽ തന്നെയാണ്. ആ മണ്ഡൽ കാലഘട്ടത്തിൽ വലിയൊരു ഭീഷണി ജാതീയതയുടെ രൂപത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോൾ ബാബറി മസ്ജിദ് വിഷയം എടുത്തിട്ടു. ഒരു ഹിന്ദു ധ്രുവീകരണത്തിന് പറ്റി അത് പൊളിറ്റിക്കലി അവർക്ക് ഗെയിൻ, ആദ്യം വാജ്പേയിലൂടെ ഇപ്പോൾ നരേന്ദ്രമോദി അവർക്ക് ഗെയിനായി മാറി. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും ഗുജറാത്ത് കലാപത്തിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ അഴിമതിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പുറത്ത് പല കാര്യങ്ങളും ഗ്രാസ് റൂട്ടിൽ മൈക്രോ ആയിട്ടുള്ള പല കാര്യങ്ങളും ഓരോരോ ആളുകൾക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൈക്രോ ആയിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ മാറ്റിവെച്ചിരുന്നു. ഇതൊരു വലിയൊരു ഇമ്പാക്റ്റ്, ഒരു കലാപമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭം ഉണ്ടായ 10-15 വർഷം ഇത് നിൽക്കുള്ളൂ. ആ ആയുസ് കഴിഞ്ഞു, ആ മണ്ഡലിൻ്റെ ആയുസ് കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചിന്തിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി മോഡിയുടെ വികസന അജണ്ടയിൽ ഒരു കാര്യമില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരെന്ത്, അതിനെതിരെ റെസൻമെൻറ്റ് ഉണ്ട്. ആ റെസൻമെൻറ്റ് പൂർണ്ണമായി ഹിന്ദുത്വത്തിന് വിധി. ഇപ്പോൾ BJP RSSൻ്റെ പൊളിറ്റിക്കൽ രൂപമാണെങ്കിലും പൂർണ്ണമായിട്ട് എപ്പോഴും RSS BJPയുടെ കൂടെ ജനസംഘത്തിൻ്റെ കൂടെ അല്ല, RSS കോൺഗ്രസിൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ. ഒരേ സമയം RSSന് മെമ്പറായും കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളൊക്കെ ഉത്തരേന്ത്യയിലുണ്ട്. അപ്പോൾ RSS വ്യത്യസ്തമായൊരു ആംഗിളാണ്. അപ്പം RSS സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് തിരിച്ചടികൾ വന്നു തുടങ്ങി. ആളുകൾ ജാതീയമായിട്ടുള്ള ഐഡന്റിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടി, എനിക്കെന്ത് കിട്ടിയെന്ന് ചിന്തിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ഇന്ന് കേരളത്തിൽ പൊതുവെ ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച എന്ന് വെച്ചാൽ, പിന്നോക്ക സമുദായങ്ങളായ ഈഴവരും മുസ്ലിമുകളും അടിച്ചു കയറിയിരിക്കുകയാണ്. അവർ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന കാലത്തിലും ഗവൺമെൻറ് ജോലിയിലും ഒക്കെ ഭയങ്കരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പത്തികമായി ഇവർക്ക് ഭയങ്കര പുരോഗതിയുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗാൻഡ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്നോക്ക സമുദായങ്ങൾ പ്രത്യേകിച്ച് മുന്നോക്ക സമുദായത്തിൽ നായർ സമുദായത്തിൽപ്പെട്ട പലർക്കും, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെയും കാണുന്നതാണ്, അവരുടെ അഭിപ്രായത്തിൽ വെച്ചാൽ ഇനി ഇത്രയൊക്കെ സംവരണം മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അടി സൈഡിൽ കൂടെ അടിച്ചു വിടുക. അതായത് കേരളത്തിൽ വന്ന് വൈദ്യ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഓൾ ഇന്ത്യ ആയിട്ട് ചർച്ച ചെയ്ത് ഓൾ ഇന്ത്യ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാലല്ല, കേരളത്തിലെ ഒരു പത്രത്തിലൂടെ ലീക്ക് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം. അതിൻ്റെ ഉദ്ദേശം എന്താ, വളരെ വ്യക്തമല്ലേ. കേരളത്തിൽ ഇനി അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ കേരളത്തിലെ സവർണ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ, അത് കുറവൊന്നല്ല ഉള്ളത്, കേരളത്തിൽ നല്ലോണം സവർണ വിഭാഗമുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം സവർണ വിഭാഗങ്ങളുള്ള ഒരു സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണെന്ന് മനസ്സിലാക്കണം. ആവറേജ് ഇന്ത്യയിൽ 15% ഉള്ളപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ നായർ വിഭാഗം എന്ന് പറഞ്ഞാൽ 30-35% പക്ഷേ വൈദ്യ പറയുന്നത് പോലെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. കേരളത്തിന്റെ കാര്യം പ്രത്യേകമായി എടുത്താൽ നമുക്കറിയാമല്ലോ, കേരളം മറ്റ് പല രീതിയിലും വളരെയേറെ പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോയ ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഇവിടെയും ഈ പിന്നോക്കക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് യഥാർത്ഥത്തിൽ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴി തെളിഞ്ഞിട്ടുണ്ടോ? ആ പരിശോധന വളരെ അർത്ഥവത്തായി ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ സാമ്പത്തിക സംവരണം എന്ന ആശയം അത് നമ്മൾ ചർച്ച ചെയ്ത് നിരാകരിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാതെ നമ്മളിനി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലേക്ക് പോകണം, അതോടുകൂടി ജാതിരഹിതമായ ഒരു സാമൂഹിക ക്രമം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നിലുള്ള ദുരുദ്ദേശം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സംവരണമില്ല ഇല്ലാതാക്കുക. ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്ന സമരം പോലെ തന്നെ
സംവരണം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് പഴയ ആ ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ തുടക്കം മാത്രമാണ്.